ഇവനെന്താ എന്നെ കണ്ടപ്പോ ഓടിക്കളഞ്ഞത്? എന്താ ചേട്ടായി ഷൂട്ടിങ്ങാ? വെങ്കട്ടെ ആ മതിലിടിച്ച് കളയണ്ട, ഇങ്ങോട്ടൊന്ന് നോക്ക്. എടാ ട്രൗസർ, ഞാൻ പറഞ്ഞേലടാ, പ്രസാദ് എന്ന് പേര് മാറ്റിന്ന്. വെങ്കട്ടല്ല, കോൾ മീ പ്രേ. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചിരുന്ന സമയത്ത് നിനക്കറിയാലോ. എടാ മണ്ടാ എന്നായിരുന്നു ഞാൻ വിളിക്കുന്നത്. നീ സിനിമയിൽ കയറി എവിടെയോ പോയതിനു ശേഷം വെങ്കട്ട് സാറേ എന്ത് ചെയ്യുവാന്നല്ലേ ചോദിച്ചത്. പിന്നെന്താ? ഊതിയത് മതി, താൻ വന്ന കാര്യം പറ. വേറൊന്നുമല്ല, ഇതിനു മുമ്പ് നിന്നെ കണ്ട് ചോദിച്ചപ്പോ നീ ഏതോ ഹീറോയിനോട് ആംഗ്ലയായിട്ട് അഭിനയിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് നേരിട്ട് കാണാമെന്ന് കരുതി 3 പ്രാവശ്യം ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്ത് ഞാൻ പോയി കണ്ടു. എന്നിട്ട് ഒരു തവണ പോലും നിന്നെ കണ്ടില്ല. ആയിരിക്കട്ടെ, ആള് കേറാത്ത പടത്തിന് ബ്ലാക്കിൽ എന്തിനാ ടിക്കറ്റ് വാങ്ങി? അതെനിക്കറിയില്ലല്ലോ. ഓ, ഐ ലൈക്ക് ഇറ്റ്. ആ പടത്തില് തന്റെ അനിയത്തി പല ആളുകളാൽ വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ഹീറോ ഡിപ്രഷൻ തലയ്ക്ക് പിടിച്ച് ആത്മഹത്യ ചെയ്തു, അറിയാവോ? ആ പടത്തില് എന്റെ നവരസം കണ്ടിട്ട് ഓഡിയൻസ് ഇടിവെട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, അറിയോ? നിന്റെ നവരസം ഞാൻ എവിടെയെങ്കിലും കണ്ടില്ലടാവി. തൂങ്ങിക്കിടക്കുന്ന 2 കാല് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഫസ്റ്റ് പാർട്ടിൽ എന്റെ കാല് മാത്രമേ കാണൂ, സെക്കൻഡ് പാർട്ട് കാണേ മുഴുനീള കഥാപാത്രമാ. ഇതെന്റെ നാഴികക്കല്ലായിരിക്കും. ആ കല്ല് ഒരുപാട് കിട്ടിയായിരുന്നെങ്കിൽ നിനക്ക് വീട് പണിയായിരുന്നല്ലേ? എന്നാ ഞാൻ നിന്നോട് രഹസ്യം പറയാം. ആരോടും പറയില്ലട്ടാ. ഇല്ലല്ലേ, പറഞ്ഞു. എന്നെ റെക്കമെൻഡ് ചെയ്തത് ഹീറോയിനാ. യെസ്, കഥ കേട്ടിട്ട് നായക വേഷം ചെയ്യാൻ എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു. ഞാൻ അഭിനയിച്ചു, കട്ട് പറഞ്ഞുകൊടുന്ന് എല്ലാവരും കഴിച്ചു. എന്റെ പെർഫോമൻസ് അത്ര ഗംഭീരമായിരുന്നു. നേരത്തെ ഫിക്സ് ചെയ്തിരുന്ന ഹീറോയുടെ മുഖം പാടിപ്പോയി. പാവം ജീവിച്ചു പോട്ടെ എന്ന് കരുതി ഞാൻ പിന്മാറി. അസൂയമൂത്ത ഹീറോ ഡയറക്ടറോട് പറഞ്ഞ് എന്റെ സീനുകൾ കട്ട് ചെയ്ത് കാല് വരെ എത്തി. അങ്ങനെ കാലഭിനയിച്ചു. അവനാരായിരുന്നാലും നല്ല പണിയാ തന്നെ. അല്ല, രാജമൗലി നിന്റെ വലിയ ദോസ്താണ്. ബാഹുബലിയിൽ എന്തോ റണ്ണിങ് ക്യാരക്ടർ നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണ്ടി ആ സിനിമ 5 പ്രാവശ്യം ഞാൻ കണ്ടു. എന്നിട്ടും നിന്നെ ഞാൻ കണ്ടില്ലല്ലോ. നീ നേരെ വണ്ണം കണ്ടു കാണില്ല, കേറിയതും കിടന്നുറങ്ങിയിട്ടുണ്ടാവും. പിന്നെ എങ്ങനെ കാണാനാ? ഒരു ഭാഗത്ത് പ്രഭാസ്, മറുഭാഗത്ത് നാസർ. ഫൈറ്റ് കണ്ടായിരുന്നു. അത് ഞാനെങ്ങനെ അറിയാം? ഫൈറ്റില് 3ാമത്തെ വരി നിന്ന് ഫൈറ്റ് ചെയ്തത് ഞാനാ. റണ്ണിങ് ക്യാരക്ടർ. ഡയറക്ടർ പറഞ്ഞു എനിക്ക് ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്, അടുത്ത പടത്തിൽ നല്ല റോള് തരാന്ന് പറഞ്ഞു. അപ്പൊ കുതിരപ്പുറത്ത് പോകുന്ന ഒരു സേനാധിപനായിട്ടാണ്. പിന്നെ നീ റണ്ണിങ് ക്യാരക്ടർ എന്ന് പറഞ്ഞു വാളും പിടിച്ചോണ്ട് ഓടിയില്ലേ? അതല്ലേ റണ്ണിങ് ക്യാരക്ടർ. റണ്ണിങ് ക്യാരക്ടർ അല്ലേ? ജസ്റ്റ് മിനിറ്റ്. ഹലോ, പറഞ്ഞോ ഗുരു. എന്താ ശവം വല്ലതും വന്നോ? വരൂ, ഓർഡറേ വരാം. നമുക്ക് പിന്നെ സംസാരിക്കാം. നിനക്കൊന്നും എന്റെ വില അറിയാഞ്ഞിട്ടാ. സമയം എന്താ ഇത്ര മെല്ലെ പോകുന്നേ? 7 മണിക്ക് എനിക്ക് സ്വപ്നയെ പോയി കാണാനുള്ളതാ. നമ്മുടെ വീട്ടിലെ ക്ലോക്ക് എന്താ ഇത്ര പതുക്കെ കറങ്ങുന്നേ? നീ അതൊന്ന് ശരിയാക്കി വെച്ചേ. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. അപ്പൊ എനിക്ക് പോകേണ്ട സമയമായെന്ന് തോന്നുന്നു. സ്വപ്നയെ കാണാൻ എന്തൊരു ഭംഗിയാ. ഇത്രയും ഭംഗിയുള്ളൊരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കാണാൻ തോന്നുന്നു എനിക്ക്. സൂര്യ, ഡാ സൂര്യ, നീ എന്താ ആലോചിക്കുന്നേ? ദാ ചായ കുടിക്ക്. ഈ ചെറുക്കന്റെ ഒരു കാര്യം. എത്ര തവണ ഞാൻ കിടന്ന് വിളിക്കുന്നറിയോ? ഇതെന്താ കൊച്ചുകുട്ടികളെ പോലെ ചായയിലും ദേഹത്ത് വെച്ചേക്കുന്നേ? ചായ ഞാൻ അറിഞ്ഞോട് ദേഹത്ത് ഒഴിച്ചതാ. ഓ, എന്തിനു കൊള്ളാലോ. ഇതും എന്റെ റിസർച്ചിന്റെ ഒരു ഭാഗമാ. ചേട്ടൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ചെമ്പരത്തി പൂവൊന്നും ചെവിയിൽ വെച്ച് നടക്കല്ല, മനസ്സിലായോ? അതെല്ലാം പോട്ടെ, നിനക്ക് എക്സാം ടൈം അല്ലേ, പോയിരുന്ന് പഠിക്കാൻ നോക്ക്. അയ്യോ, എക്സാം അടുക്കാറായി, പഠിക്കാനായിട്ട് ടൈം പോലും കിട്ടുന്നില്ല. അത് നീ ചാറ്റ് ചെയ്യുന്നതും ടി വി കാണുന്നതൊക്കെ കുറച്ചാലേ ടൈം താനേ കിട്ടും. ശരി, കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന് കെട്ടിയുള്ളോടങ്ങ് പറഞ്ഞാ മതി. ടി വി ഒന്നും കാണണ്ട, എന്നോട് പറയണ്ട. എനിക്കാണെങ്കിൽ ടൈമേ ആവുന്നില്ല, ഇവൾക്കാണെങ്കിൽ ടൈം ഇല്ല താനും. എന്താ ചെയ്യാ? എന്താ അടിപൊളിയായിട്ടാ കളിക്കുന്നേ. ഹായ്,
ഹായ്. ഓ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇയാൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. വെൽക്കം. വാവ്, സൂപ്പർ സൂപ്പർ. ആന്റി ഇത് സൂര്യ. ഞാൻ പറഞ്ഞില്ല അന്ന് രാവിലെ ഗാർഡനിൽ വെച്ച് കണ്ടെന്ന്. സൂര്യ ഇതാണ് എന്റെ ആന്റി സുധാറാണി. ഹലോ. ഹായ് ആന്റി. ഇത് ആന്റിയുടെ മോള്. വണ്ടർഫുൾ, ഫാന്റാസ്റ്റിക്. മോള് വളരെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ. അവള് ഭയങ്കര കുസൃതി കേട്ടോ. മോളെ ചേട്ടനോട് ഹായ് എന്ന് ഹായ് പറഞ്ഞേ. പറ ചേട്ടനോട്. ഹായ് ചേട്ടാ. ഹായ്. ചേട്ടനല്ലേ ആ പ്രേതത്തെ കുറിച്ചൊക്കെ എഴുതുന്ന ആള്? അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഇവളോട് പറഞ്ഞു. ഞങ്ങളുടെ ഇടയിൽ ഒരു സീക്രറ്റ്സും ഇല്ല. എന്തുണ്ടെങ്കിലും അങ്ങ് തുറന്നു പറഞ്ഞേക്കും. ചേട്ടാ, ചേട്ടയുടെ നാക്കം കൊണ്ട് മൂക്കൊന്ന് തൊട്ടേ. അതെന്തിനാ? അവൾക്കുണ്ടല്ലോ പന്തയം വെക്കുന്ന വലിയ ഇഷ്ടമാണ്. ഡി പുതിയതായിട്ട് ആരെങ്കിലും ഇവിടെ വന്നാ പന്തയം വെക്കാൻ വിളിക്കൂ. കുഴപ്പമില്ല ആന്റി, നീ പറ. ചേട്ടന്റെ നാക്കം കൊണ്ട് മൂക്ക് തൊട്ടാലേ ചേട്ടൻ വിചാരിച്ച കാര്യമൊക്കെ നടക്കും. ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് കാണിച്ചേ. ഓ അങ്ങനെയാണോ? അപ്പൊ നാക്കൊണ്ട് മൂക്ക് തൊട്ടാ സ്വപ്നം കിട്ടൂ? അയ്യോ, ചേട്ടനെ കൊണ്ട് പറ്റിയില്ലല്ലോ. എനിക്ക് മാത്രമല്ല, ആരെ കൊണ്ടും തൊടാൻ പറ്റില്ല. ആരെ കൊണ്ടും തൊടാൻ പറ്റില്ലെന്ന് പറയല്ലേ, എന്നെ കൊണ്ട് പറ്റും. എടി നിന്റെ പന്തയം വെപ്പൊന്ന് നിർത്തുന്നുണ്ടോ? വേഗം പോയി ചേട്ടന് ഗ്രേപ്പ് ജ്യൂസ് കൊടുക്കൂ. ഈയിടെയായിട്ട് കുസൃതി കുറച്ച് കൂടുക. പിള്ളേർ പിന്നെ കുസൃതി കാണിക്കാതെ ഹരേ രാമ ഹരകൃഷ്ണ പറഞ്ഞോണ്ടിരിക്കോ? എന്താ ഇത്, ബ്ലഡ് പോലെ ഉണ്ടല്ലോ. ഇതെന്താ, വിരലിന് വല്ലതും പറ്റുമോ? ബ്ലഡ് കാണുന്നുണ്ടല്ലോ. ഇത് ബ്ലഡ് അല്ല ചേട്ടാ, ഗ്രേപ്പ് ജ്യൂസ് ആണ്. കാണാൻ ബ്ലഡ് പോലെ ഉണ്ട്, പക്ഷെ ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറയുന്നത്. എന്ത് പറ്റി? ഗ്രേപ്പ് ജ്യൂസ് കണ്ടിട്ട് ബ്ലഡിന്റെ കളർ പോലെ തോന്നുന്നുണ്ടോ? പ്യുവർ ഗ്രേപ്പ് ജ്യൂസ് ആയത്. എടുത്ത് കുടിക്കേ. മോളെ നീ തന്നെ കുടിച്ചാ മതി, നീ തന്നെ കുടിച്ചാ മതി. ഇന്നാ എടുത്ത് കുടിക്കേ. സോറി കേട്ടോ, എനിക്കിന്ന് വ്രതമാ, അതുകൊണ്ട് എനിക്ക് വേണ്ട. മോള് ഡാൻസ് ചെയ്ത് ടയർഡായിട്ടിരിക്കല്ലേ, മോള് തന്നെ കുടിച്ചോ. കുഴപ്പമില്ല, കുടിച്ചോ മോളെ. അയ്യോ, ജ്യൂസ് താഴേക്ക് വീണു. ഞാൻ തുടയ്ക്കാൻ തുണി എടുത്തിട്ട് വരാവേ. അതെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. മോളോട് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കണം. എടി ചേട്ടന് കഥ പറഞ്ഞു കൊടുക്കും. ആവശ്യമില്ലാതെ പന്തയം വെക്കാൻ പോകരുത്. എന്താ മോളെ ഇത്, വായിന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ. എന്താ മോളുടെ പേരെന്താ? ഞാൻ പാവയെ പോലെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും പാവേന്നാ വിളിക്കുന്നത്. ഹലോ സൂര്യ, ഞാനാടാ രാജുവാ. ആ പറടാ. ഡാ 4 മണിക്ക് നീ ഫോൺ ചെയ്യാതെ ചെയ്തില്ലല്ലോ. നീ ആ പെണ്ണിനെ കണ്ടോ? എല്ലാം ശരിയാക്കിയേ. ആ പെണ്ണിന്റെ സൈഡിൽ നിന്ന് എല്ലാം ഓക്കേടാ. പക്ഷെ വീട്ടിലെ വെണ്ണില്ല എന്ന് പറഞ്ഞ 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. പ്രേമത്തിന്റെ കാര്യത്തിൽ നിന്നെക്കാളും സീനിയറാടാ ഞാൻ. എന്റെ ഐഡിയ ഒക്കെ എടുത്ത് വീശ്, പ്രേമിക്കടാ നീ. ഇവനെന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? അനിയ, ഇങ്ങനെ കാര്യല്ല അനിയ. നമ്മൾ എത്ര കരഞ്ഞാലും മരിച്ചു പോയവര് തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഈ സങ്കടം കണ്ടു കഴിഞ്ഞാൽ അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ലോകത്തിന്റെ എല്ലാ മൂലയിലും നിനക്ക് വന്ന ഈ ദുഃഖം വേറെ ആർക്കും വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആരാന്നറിയാവോ? വാട്ട് ആർ യു ടോക്കിങ്? കൊച്ചുകുട്ടി മുതൽ മുതിർന്ന ആൾക്കാർ വരെ എല്ലാ ആൾക്കാർക്കും നിന്നെ അറിയാം. ദ ഗ്രേറ്റ് ഡയറക്ടർ രാം വർമ്മ ഗോപാൽ സാറല്ലേ മോനെ. കൊച്ചു കുട്ടികൾ ഒന്നിനു പോകില്ല എന്ന് വിചാരിച്ചോ? നിന്റെ ഫോട്ടോ കാണിച്ചാൽ മതി, അപ്പം പോകും. അതുകൊണ്ട് മാത്രമാണ് നിന്റെ ഫോട്ടോ ഞാൻ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നത്. നിനക്കറിയാമോ അനിയ, ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഞാൻ ടിവിയിൽ കാണുന്നുണ്ട്. അതെല്ലാം പോട്ടെ, ആരാ നീ? എന്നോട് നീ ഞാൻ ആരാണെന്നോ? ഈ ലോകം മുഴുവനും കാത്തു സൂക്ഷിക്കുന്നത് ഏത് രാജാവായിരുന്നാലും അവന്റെ കുടുമി എന്റെ കയ്യില. എന്റെ പേര് അപ്പു. നൈസ് മീറ്റിംഗ്.